ഇത് നമ്മൾ കാറിലേക്ക് ഉപയോഗിക്കാനായിട്ട് ഉണ്ടാക്കിയ ജെല്ലാണ്. നമ്മൾ ഈ ജെലാറ്റിൻ ഒന്ന് അൺബോക്സ് ചെയ്താലോ? കാരണം നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ എന്ത് കിട്ടിയാലും നമ്മളൊരു പാക്ക് ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന കാര്യമുള്ളൂ അൺബോക്സിങ്. അപ്പോൾ ഈ ജെലാറ്റിന് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. എല്ലും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാണിച്ചു തരാം ഞാൻ. എന്താ വേണ്ട, കാരണം നമ്മുടെ ജെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൈ ഇട്ടാലും നമുക്കൊരു പ്രശ്നമില്ല, സെറ്റായിട്ടുണ്ട്. അപ്പോൾ ആഗ്ലോൺ സ്പോട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമില്ല, നമ്മുടെ കാർ ഫ്രഷ്നർ എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അതായത് നമ്മൾ പല ടൈപ്പിലുള്ള കാർ ഫ്രഷ്നർ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. പെർഫ്യൂം ടൈപ്പ്, അതുപോലെ തന്നെ ജെല്ല്, പിന്നെ ഒരു ടാഗ് ടൈപ്പ്, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതിൽ എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ജെല്ലാണ്. ഈ എന്താ പറയുക, ഈ നമ്മുടെ ആ ഒരു ലിക്വിഡ് ടൈപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ സാധനം വെയിലത്തൊക്കെ വണ്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സാധനം നീരാവിയായിട്ട് ആകെ മൊത്തം പോവും. പിന്നെ ഈ ടാഗിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ സാധനം പൊട്ടിച്ചിട്ട് വണ്ടിയിൽ ഇടുമ്പോൾ തന്നെ ഒരു ഭയങ്കര അപാരമായിട്ടുള്ള സ്മെല്ലായിരിക്കും. നമുക്ക് ചിലപ്പോൾ ഇരിക്കാൻ പറ്റാത്തൊരു സ്മെല്ല് വരും. അത് പല ആൾക്കാർക്കും പല രീതിയിലാണ്. ചില ആൾക്കാർക്ക് സംഭവം ചിലപ്പോൾ ടാഗായിരിക്കും കംഫർട്ട്, ചിലർക്ക് ചിലപ്പോൾ പെർഫ്യൂം ടൈപ്പ് ആയിരിക്കും കംഫർട്ട്. എനിക്കെന്ന് വെച്ചാൽ എൻ്റെ ഒരു കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെല്ലാണ്. ജെല്ലാകുമ്പോൾ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ പെർഫ്യൂമിൽ ഞാൻ വേറൊരു കുഴപ്പം കൂടി കണ്ടിട്ടുണ്ട്. ഈ സംഭവം നമ്മൾ വെയിലത്തിട്ട് ആവിയായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ചെറിയ വല്ല സ്പാർക്കിങ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സാധനം പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പെർഫ്യൂമിനേക്കാളും ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് ഈ ജെല്ലാണ്. ജെല്ലാകുമ്പോൾ ഈ വക പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഇതിപ്പോൾ വണ്ടിയുടെ ഏതെങ്കിലും ഒരു മൂലയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് തട്ടിമറിഞ്ഞ് പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിനിപ്പോൾ പൊട്ടിത്തെറിക്കുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഒരുപാട് സ്മെല്ലും ഈ ജെല്ലിൽ വരാറില്ല. പിന്നെ എന്താ പറയുക, വലിയ എനിക്ക് ബ്രീത്തിങ്ങിനാണെങ്കിലും വലിയ പ്രോബ്ലംസ് ഒന്നും ഈ ജെല്ലിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ജെല്ല് മേടിച്ചിട്ട് ഞാൻ ഒരുപാട് പൈസ കളഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മിനിമം ഒരു 100 രൂപയെങ്കിലും കൊടുക്കണം ഒരു ജെല്ലിൻ്റെ ഒരു നല്ലൊരു ഫ്രഷ്നർ മേടിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പം ഞാനിത് എന്നും മേടിക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കും, സംഭവം വീട്ടിലുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. അങ്ങനെ ഞാനൊരു ഹിന്ദി യൂട്യൂബിൽ കണ്ടിട്ടുള്ള ഒരു വീഡിയോയാണ് ഒരു പയ്യൻ ഈ സംഭവം വീട്ടിലുണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഉണ്ടാക്കാം, വലിയ സംഭവമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, സിമ്പിൾ കാര്യമാണ്. അതുപോലെയാണ് അവരുണ്ടാക്കി തീർക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ എന്തിനാണ് ഈ പൈസ കളയാൻ നിൽക്കണം, നമുക്ക് ഈ സാധനം വീട്ടിലുണ്ടാക്കി കൂടെ എന്നുള്ളത്. നമ്മുടെ മലയാളത്തിൽ പയ്യന്മാർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ നോക്കിയില്ല കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടാവും, ചെയ്യാണ്ടിരിക്കില്ല. കാരണം നമ്മുടെ പിള്ളികളാണ്. അപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ സംഭവം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിന് ആദ്യം വേണ്ട സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് മെയിനായിട്ട് സാധനം വേണമെന്നുണ്ടെങ്കിൽ ജെലാറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നമ്മുടെ ഈ ജെല്ലി മിഠായി ഒക്കെ ഉണ്ടാക്കില്ലേ, നമ്മൾ കുട്ടികൾക്ക് കഴിക്കാനുള്ള ജെല്ലി മിഠായി, അങ്ങനെ ജെല്ലി സംബന്ധമായിട്ടുള്ള കഴിക്കാനുള്ള സാധനങ്ങൾ അതിൽ ആഡ് ചെയ്യണ ഒരു പൗഡറാണ് ഈ ജെലാറ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന് ഒരു 55 രൂപയാണ് വില വരുന്നത്. കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, 55 രൂപയാണ് വില വരുന്നത്. പിന്നെ നമുക്കിതിന് വേണ്ട സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിതിൽ സ്മെല്ലിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യാനായിട്ട് ഒരു അത്തറ്, അതായത് ഇപ്പോൾ അത്തറല്ല ശരിക്കും ഈ സാധനം ഉപയോഗിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ എസെൻസ് ഓയിലാണ് ഉപയോഗിക്കുക. പക്ഷേ എസെൻസ് ഓയിൽ തപ്പി നടന്നിട്ട് കിട്ടുന്നില്ല. പിന്നെ ഈ അത്തറ കടക്കാരനൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞില്ലേ എസെൻസ് ഓയിൽ എവിടെ നിന്ന് കിട്ടുക എന്നുള്ളത്. കാരണം അവരുടെ കച്ചവടം പോകണതല്ലേ. ഇതിപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന അത്തറാണ് നമ്മുടെ ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. അതിനെ ബ്ലൂ വാട്ടർ എന്നൊക്കെ ചിലർ പറയാറുണ്ട്. അപ്പോൾ ഈ അത്ര എനിക്ക് ഭയങ്കര സ്മെല്ല്, എന്താ പറയുക, ഇഷ്ടപ്പെട്ടൊരു സ്മെല്ലാണ്. ഒരുപാട് ആൾക്കാർ വണ്ടിയിൽ കയറിയിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുള്ളൊരു സ്മെല്ലാണ്, നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളൊരു സ്മെല്ലാണ് ഈ കൂൾ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരാളോ രണ്ടാളോ അല്ല, ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിരുന്നിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ എൻ്റെ ആ സ്മെല്ല് വണ്ടിയിൽ കേട്ടിട്ട് അവർ മേടിച്ചിട്ട് വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. വളരെ ലൈറ്റായിട്ടുള്ള സ്മെല്ല്, ആർക്കും ഇഷ്ടപ്പെടുന്നൊരു സ്മെല്ലാണ്. അപ്പോൾ ഈ ഒരു സ്മെല്ലാണ് നമ്മൾ ഇന്നതിൽ ആഡ് ചെയ്യാൻ പോണത്. പിന്നെ നമുക്ക് വേണ്ട ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ കളറുകൾ. അപ്പോൾ കളറുകൾ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇങ്ങനത്തെ കളറുകൾ നമുക്ക് ആവശ്യമുണ്ട്. അതായത് വെച്ചാൽ ആ ജെല്ലിനൊരു കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ഒരു ബോട്ടിൽ ഇത് ഇടുന്ന സമയത്ത് ആ ഒരു ജെല്ലിനൊരു കളർ വരണ്ടേ. ആ കളർ വന്നാലാണ് നമുക്ക് കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവുള്ളൂ. മണം മാത്രം കിട്ടിയാൽ പോലില്ല, കാണാനൊരു ഭംഗി വേണ്ടേ. പിന്നെ നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ ബോട്ടിലുകളാണ്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേറെ ഒന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പെപ്പറും അതുപോലെ ഹോട്ടലിലേക്ക് ഉണ്ടാവും പെപ്പറും സാൾട്ടൊക്കെ ഇടുന്ന ഒരു ബോട്ടിലാണ്. ഇതിന് അത്യാവശ്യം വിലയുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു വട്ടത്തേക്കുള്ള യൂസിനല്ല, എനിക്ക് കാലാകാലത്തോളമുള്ള യൂസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബോട്ടിൽ മേടിച്ചത്. ഇതൊരു ബോട്ടിലിന് ഏകദേശം ഒരു 90 രൂപയാണ് വില ഒരു ബോട്ടിലിന്. പിന്നെ ഈ അത്തറിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 150. പക്ഷേ ഈ ഒരു സംഭവം നമ്മളിപ്പോൾ മുതലാക്കുന്നത് ഒരു വട്ടത്തേക്കല്ല, നമുക്കിത് ഒരുപാട് നാൾ യൂസ് ചെയ്യാം. കാരണം ഈ ഒരു അത്രയിൽ നിന്നൊക്കെ മാക്സിമം ഒരു 10 തുള്ളി അല്ലെങ്കിൽ ഒരു 5 തുള്ളിയൊക്കെ നമുക്കിതിൽ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് പിന്നെ ഇങ്ങനത്തെ സ്പ്രേ കുപ്പി. ഇപ്പോൾ ബോട്ടിലുകൾ മേടിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ കാലിയായിട്ടുള്ള സ്പ്രേ കുപ്പികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മുകളിലത് ഈ വശമൊക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ മുകൾ വശം റിമൂവ് ചെയ്തിട്ടുള്ളൊരു സ്പ്രേ കുപ്പിയാണിത്. ഇതിൽ ചെറിയൊരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സംഭവത്തിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയ ഹോളാണ് കണ്ടോ. ഈ സംഭവത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ടാസ്ക്കാണ്. അത് മാത്രമാണ് നമുക്കൊരു പ്രശ്നമുള്ളൂ. ആദ്യമേ തന്നെ നമ്മുടെ അത്ര കുപ്പി നമ്മളിവിടെ തുറന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഈ കുപ്പികൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം.
എല്ലാ കുപ്പികളും ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് എന്തൊരു ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അത്ര കുപ്പിയുടെ ഉള്ളിൽ നിന്ന് നമുക്കൊരു ഫില്ലർ വെച്ചിട്ട് നിസാര കുറച്ച് ഒരു 5-6 തുള്ളി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. 1 2 3 4 5 6 7 8 9 10 തുള്ളി അതിൽ വെച്ചു. അതേപോലെ തന്നെ ഒരു 10 തുള്ളി നമ്മൾ ഇതിലേക്ക് വയ്ക്കുക. 1 2 3 4 5 6 7 8 9 10 കുറച്ച് കൂടുതലൊക്കെ ഉണ്ട്. 1 2 3 4 5 6 7 10 തുള്ളിയൊക്കെ മതിയിട്ടാ. 10 തുള്ളിയൊക്കെ നമുക്ക് ധാരാളമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 തുള്ളിയിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് എസെൻസ് ഓയിലാണെങ്കിൽ പിന്നെ സുഖമായി സൂപ്പറായിട്ടാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര കുപ്പി നടച്ച് കിട്ടാം. അല്ലെങ്കിൽ ഇത് പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കൽ എളുപ്പമല്ല. ജസ്റ്റ് കളർ പൊടി എടുക്കണം. കളർ പൊടി നമ്മളിപ്പോൾ അതിന് നമുക്ക് റെഡ് എടുക്കാം. റെഡ് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കളറാണ് റെഡ്. അപ്പോൾ നമുക്ക് റെഡ് എടുത്തിട്ട് നമുക്ക് ഒരു സ്വല്പം കളർ പൊടി നമ്മുടെ ഈ കുപ്പിയിലേക്ക് ആഡ് ചെയ്യാം. പൊട്ടിച്ചിട്ടില്ല അല്ലേ, ഒരു മിനിറ്റ്. വായലൊക്കെ കളറാണെന്ന് തോന്നുന്നുണ്ട്. സ്വല്പം കളർ നമ്മളിതിലിടാം. അത് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു ഐഡിയ അനുസരിച്ചിട്ടാണ്. സ്വല്പം കളർ നമ്മൾ ഇതിലേക്ക് ഇട്ടു. ഇനിയിപ്പോൾ നമുക്ക് റെഡ് അവിടെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് ജസ്റ്റ് വേറൊരു കളർ എടുക്കാം. ഇനിയിപ്പോൾ ഏതാ കളർ എടുക്കേണ്ടത്? നമുക്കൊരു നീല എടുക്കാം. നമ്മുടെ ആ ഒരു കളറ് നീലയാണല്ലോ, മറ്റേ അതിൻ്റെ കളർ. നമുക്ക് നീല എടുക്കാം. പിന്നെ നമ്മൾ നീല എടുത്തിട്ടുണ്ട്. നീല നമുക്ക് നീല അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. നമുക്ക് നീല ഇടാം അതിൻ്റെ ഉള്ളിലേക്ക്. കുറച്ച് കടുത്ത നീലയാവുന്നുണ്ട്. നീലിട്ടു. ഇനി നമുക്ക് അപ്പുറത്ത് കുപ്പിയിലേക്ക് ഏതാ കളർ എടുക്കണ്ടായ? ഇതൊന്ന് വിട്ടൊരു ഓറഞ്ച് കളറാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഈ ഒരു കളർ എടുക്കാം. ഊരിക്കാം. മഞ്ഞ പോലത്തെ കളർ തന്നെയാണ് കേട്ടത്. ആകെ പോയി. സാരില്ല, നമുക്ക് ചെറിയൊരു ഹോളാണ്. ഇതിലേക്ക് ഞാൻ എങ്ങനെ ഒഴിക്കുമെന്നാണ് ഞാൻ ആലോചിക്കണേ. വൺ ടാസ്ക്കാണത്. ഇത് ചിലപ്പോൾ റിസ്ക് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ഈ ഒരു സാധനം ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ലാന്ന് തോന്നുന്നു. ഇനി നമുക്ക് നമ്മുടെ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മുടെ ഈ ഫില്ലറിൽ തന്നെ നമുക്ക് കുറച്ച് വെള്ളം എടുക്കാം. ഫില്ലറിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കാം. വെള്ളം ആവശ്യത്തിനുണ്ടാവും. ഒരുപാട് വെള്ളമാക്കാൻ പാടില്ല. ആ കളറൊന്ന് കലങ്ങാനുള്ള ആ ഒരു വെള്ളം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നൈസായിട്ടൊരു ഇർക്കിളി കൊണ്ട് പതുക്കെ നമ്മുടെ കുപ്പി എടുത്തിട്ടും ജസ്റ്റ് ഒന്ന് അതിലേക്കൊന്ന് ഇളക്കി കൊടുക്കുക. ആ പൊടിയൊന്ന് കലങ്ങണ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ചോപ്പ് വായിലേക്ക് തെറിച്ചു. പിന്നെ ഈ ജലാറ്റിൻ എന്ന് പറഞ്ഞ സാധനം ഞാനും ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മൾ ഈ ജലാറ്റിൻ ഒന്ന് അൺബോക്സ് ചെയ്താലോ? കാരണം നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ എന്ത് കിട്ടിയാലും നമ്മളൊരു പാക്ക് ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന കാര്യമുള്ള അൺബോക്സിങ്. അപ്പോൾ ഈ ജലാറ്റിന് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. ഇത് മറ്റേ നമ്മുടെ മിഠായി പൊടിച്ച് വെച്ചോണ പോലെ ഉണ്ട് കേട്ടോ. നോക്കിയേ, സാധാരണ നമ്മൾ നാരങ്ങ മിഠായിയൊക്കെ പൊടിച്ച് വെച്ചോണ പോലത്തെ ഒരു ഫീലുണ്ട് ഈ സാധനം. പഞ്ചസാര തരിയാണ് ഇങ്ങനെ എന്തോ അങ്ങനെ ഒരു ഫീല് സംഭവമാണ് ഇത് കാണുമ്പോൾ തോന്നണത്. അപ്പോൾ എന്തായാലും നമുക്കിതിന് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളൊരു വെള്ളത്തിലിട്ട് നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് തിളപ്പിക്കണം. തിളപ്പിച്ചതിന് ശേഷം ആ ചൂടുള്ള വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കേണ്ടത്. അപ്പോൾ ഞാനത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുക്കളയിലേക്ക് പോവാം. നമ്മുടെ പാത്രം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പാത്രം തിളയ്ക്കാനില്ല, വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം നന്നായി തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമ്മുടെ ജലാറ്റിൻ നമുക്ക് അതിലിടാം. വെള്ളം ഒന്ന് ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ജലാറ്റിൻ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് മുഴുവനായിട്ടൊന്നും ഇടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അതിപ്പോൾ തന്നെ നമുക്ക് ഇടുമ്പോൾ തന്നെ ജെല്ലാവുന്നുണ്ട്.
കുറച്ചിട്ടാണത്, ബാക്കി അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇത് മിക്സ് ആവണം കേട്ടോ. പക്ഷേ ഇതിൽ കട്ടയുണ്ട്, നമുക്ക് കട്ട നന്നായിട്ട് ഉടയ്ക്കണം നമ്മളിത്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ, മിഠായിയുടെ മണമൊക്കെ വരുന്നുണ്ട്, അടിപൊളി സ്മെല്ലൊക്കെ വരുന്നത്. ഇത് ഇങ്ങനെ കാണുമ്പോൾ മിക്കത് ഞാനത് അതിൽ ഒഴിക്കാണ്ട് ചിലപ്പോൾ ഞാനത് തിന്നും. ഞാൻ ഇതുപോലത്തെ സ്മെല്ലൊക്കെ വരുന്നത്. നമുക്ക് ഈ സംഭവം പതുക്കെ ഇതിലേക്ക് നൈസായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതാണ് വൺ ടാസ്ക്. അത് നമുക്ക് നടക്കുന്ന കാര്യമെല്ലാം തോന്നുന്നു. പിന്നെ നമുക്ക് വേറൊരു ഐഡിയ ചെയ്യാം. സിറിഞ്ചിൽ വലിക്കാം. രണ്ടെണ്ണത്തിൽ നമ്മൾ ജെലാറ്റിൻ ഒഴിച്ചു. ഇനി ജസ്റ്റ് ഒന്ന് ഇതൊന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക, മിക്സ് ആവാനായിട്ട്, കളറ് മിക്സ് ആവാനായിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. സ്മെല്ലും മിക്സ് ആവണ്ടേ, ഒന്ന് ഇളക്കി കൊടുക്കുക, കളറൊക്കെ ഒന്ന് സെറ്റ് ആവാനായിട്ട്. അതിന് ശേഷം നമ്മളൊരു ചെറിയൊരു ടാസ്ക് പണി ഒപ്പിച്ചിട്ടുണ്ട്. ആ സാധനത്തിലേക്ക് നമുക്ക് ഒഴിക്കാനായിട്ട് വേറെ മാർഗ്ഗമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് സിറിഞ്ചിൽ ഇങ്ങനെ വലിക്കുക. സിറിഞ്ചിൽ വലിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അടിച്ചു കൊടുക്കുക. എന്നുവെച്ചാൽ അതിൻ്റെ ഹോള് ചെറുതാണ്. നമ്മുടെ ഈ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നുവെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കട്ടകളുണ്ടാവും, അതൊന്ന് ഉടയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. ഓ കുപ്പി സംഭവം, ഈ ചില്ല് കുപ്പി ജസ്റ്റ് ക്രാക്കായി പൊട്ടിയിട്ടാ ഉരുകി പോയത്. പണിപാളി. അപ്പോൾ നമ്മുടെ ജെല്ലിൻ്റെ ലിക്വിഡ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ വെള്ളമാണ്. ഇനിയിപ്പോൾ ഇത് നമ്മളൊരു 2 ദിവസമെങ്കിലും വെക്കണം. 2 ദിവസം വെച്ചാലാണ് നമുക്കിത് കറക്റ്റ് ജെല്ലായിട്ട് കിട്ടുള്ളൂ. നമുക്ക് ചെയ്തപ്പോൾ തന്നെ ഇത് ജെല്ലാക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ നമുക്ക് ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. പോയ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് തൊട്ട് നോക്കി അറിയാം. നമ്മുടെ മിഠായിയൊക്കെ തിന്നിട്ട് നമ്മൾ കൈമിലൊക്കെ ആവില്ലേ, ആ ഒരു ഫീലാണ് നമുക്ക് വരുന്നത്. ചെറിയൊരു പശപ്പ് പോലെയുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോഴുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരിക്കലും പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം എടുക്കാനായിട്ട് പാടില്ല. കാരണം പ്ലാസ്റ്റിക് എടുക്കുകയാണെങ്കിൽ തന്നെ അത്രയും കട്ടിയുള്ള പ്ലാസ്റ്റിക് എടുക്കണം. പക്ഷേ ഭയങ്കര കട്ടിയുള്ള പ്ലാസ്റ്റിക്കാണ്. നിങ്ങൾ എത്ര ചൂടുള്ളത് വേണമെങ്കിലും ഒഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്ന പ്ലാസ്റ്റിക്കാണ് കുപ്പിയാണ് ഇതേ ഇരിക്കുന്നത്. കണ്ടാ, മൂടില്ല അതിന്. ഞാനത് ഒഴിച്ച വശം ചുള്ളനാകെ അടർന്ന് ഇങ്ങോട്ട് പൊട്ടിയേ പോയി. അത് ആ കടക്കാർ തന്നെ എനിക്ക് പണിയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ സാധനം മേടിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു, നല്ല തിളച്ച വെള്ളം ഒഴിക്കാനാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മേടിച്ചത്. നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും ഒന്ന് നോക്കാമല്ലേ, ഇതെന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ എന്നുള്ള സ്മെല്ലും കാര്യങ്ങളും ജെല്ലൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കട്ടെ. എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ജെല്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് 2 ദിവസം എന്നാണ് പറഞ്ഞത്, പക്ഷേ നമുക്കൊരു 4 ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഈ വെള്ളം കൂടുതൽ തിളപ്പിച്ചെങ്കിൽ നമുക്ക് ഇത്ര ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ തിരിച്ച് പിടിച്ചാലും ഒരു പ്രശ്നമില്ല, കറക്റ്റ് ജെല്ലായിട്ടുണ്ട്. അത് ഉള്ളിൽ നിങ്ങൾക്ക് തൊട്ട് കാണിച്ചു തരാം. കണ്ട, അതുപോലെ തന്നെ ഇതായാലും ഒരു പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സംഭവം ഉണ്ടാക്കിയാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാക്സിമം കുട്ടികളുടെ കയ്യിൽ കൊടുക്കാണ്ട് ശ്രമിക്കുക, അവരെ കയ്യെത്തുന്നിടത്ത് വെക്കാണ്ടിരിക്കുക. കാരണം വേറെ ഒന്നുമില്ല, ഇത് കാണുമ്പോൾ ഒരു മിഠായിയൊക്കെ പോലെ ആയതുകൊണ്ട് അവർ ചിലപ്പോൾ എടുത്ത് വായിലിടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ജെലാറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫുഡ് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും, ഈ സംഭവത്തിൽ നമ്മൾ അത്തർ അതുപോലെ തന്നെ കളറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ചിലപ്പോൾ കുട്ടികളുടെ വയറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വേറെ ഒന്നുമില്ല, പ്ലാസ്റ്റിക്കിൻ്റെ കനം കുറഞ്ഞ ബോട്ടിൽസ് ഒരിക്കലും എടുക്കരുത്. കാരണം എനിക്ക് പണി കിട്ടിയ പോലെ നിങ്ങൾക്ക് പണി കിട്ടും. പിന്നെ നിങ്ങൾക്ക് നല്ലൊരു കംഫർട്ടായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള ജെല്ലിൻ്റെ ബോട്ടിലുകൾ ഉണ്ടെങ്കിൽ, നമ്മൾ കാർ ഫ്രഷ്നർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള ജെല്ലിൻ്റെ ബോട്ടിലുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ സുഖമായിട്ട് ഉണ്ടാക്കാം. കാരണം എന്ന് വെച്ചാൽ അത് ഈ പാത്രത്തിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരില്ല. ഇതിപ്പോൾ കണ്ടില്ലേ, ഞാൻ നമ്മുടെ കാറിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിപ്പോൾ നേരെ നമുക്ക് ഇനിയിപ്പോൾ കാറിൽ കൊണ്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിടുക. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം സക്സസ് ആയിട്ടുള്ള ആൾക്കാർ വീഡിയോന് താഴെ കമൻറ്റ് ഇടുക. നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.